വാവ്. ഞാൻ ഉദ്ദേശിക്കാനായിട്ട് അടിപൊളി ഫ്ലൈറ്റ് ആട്ടോ വരുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, അവർ ചാനൽ യാസിൻ വ്ളോഗ്സ്. ഞാൻ ഉള്ളിൽ ഭയങ്കര സങ്കടത്തിലാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ അത് പുറമെ കാണിക്കാതെ എനിക്ക് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പ് വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് മോസ്കോയിലോട്ട് പോവുകയാണ്. മോസ്കോയിൽ നിന്ന് നമ്മൾ നേരെ ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു ജേണിയാണ്. ഏകദേശം 29 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ജേണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയായി. നാളെ വൈകിട്ട് 6 മണിക്ക് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ എത്തുകയുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ജേണിയാണ്. ആദ്യം ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ നിൽക്കുന്ന അർക്കാങ്കിൾസിൽ നിന്ന് മോസ്കോയിലോട്ട് പോകണം. അവിടുന്ന് നാളെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുത്തിട്ട് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകണം. അപ്പം ഇതാണ് എൻ്റെ ലക്ഷ്യം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ യാത്ര തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 3 മാസമായി റഷ്യയിലാണ് എൻ്റെ വൈഫിൻ്റെ കൂടെ. വൈഫിനെ വിട്ട് പിരിയുന്ന ആ ഒരു സങ്കടമാണ്. അപ്പം എത്ര അടിപൊളിയായിട്ട് ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് സംസാരിക്കാൻ വയ്യ, ഉള്ളിൽ ഭയങ്കര സങ്കടം. പക്ഷേ അതിവിടെ പുറത്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് റൂമിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇവിടുത്തെ മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഉച്ചക്കത്തെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം. ഇന്ന് വൈകിട്ട് 3:30 എൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് SVO എന്ന് പറയുന്ന മോസ്കോത്തെ എയർപോർട്ടിലോട്ടാണ്. എനിക്കെന്താ പറയണ്ടേ, ഒന്നും കിട്ടുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇതാണ് ഹലോ, ദിസ് ഇസ് മൈ വൈഫ്. കാണാത്തവർക്ക് കാണാം. എനിക്ക് യാസിൻ വ്ളോഗ്സ് ഫാമിലി എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതിൽ പുള്ളിക്കാരി എപ്പോഴും ഉണ്ടാവും. ഞാൻ പറയാൻ കിട്ടുമ്പോഴൊക്കെ പറയാം. പിന്നെ വിസ പ്രൊസീജിയറൊക്കെ ഞാൻ നാളെ എയർപോർട്ടിലെത്തുമ്പോൾ സംസാരിക്കാം. സോ ഗൈസ്, എൻ്റെ ഇൻ്റർനാഷണൽ ജേണി ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ സപ്പോർട്ട് മീ. കാരണം കുറേ കാലങ്ങളായി ഞാൻ വീഡിയോസും ഇതൊക്കെ റെഗുലറായിട്ട് ഇട്ടിട്ട് ഇനി നമ്മളൊരു ജേണി ആയിരിക്കും, നിർത്താതുള്ള ഒരു ജേണി. പിന്നെ അതുപോലെ ഡെയിലി വീഡിയോസ് ഇടണോ, ഒന്നരാടം വീഡിയോസ് ഇടണമെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇനി പോണ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മളെ ഈ ചാനൽ 1 മില്യൺ ആയപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കാമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ 1 ലക്ഷം വ്യൂ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ 5000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരും. അപ്പം എനിക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിന്നറാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സമ്മാനമാണ്. സോ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ മെക്ഡൊണാൾഡ്സ് കയറിയിട്ട് ഒരു ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബസ്സിൽ പോകുന്ന ആദ്യം വിചാരിച്ചത്, പിന്നെ ഈ തണുപ്പത്ത് ബസ് മാറി കയറേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് ഏകദേശം 450 രൂപയാണ്. ഇതാണ് നമ്മുടെ ടാക്സി. ഓക്കെ, ആയിഷ എവിടെ കയറുന്നത്? മുന്നിൽ കയറിയോ? അപ്പം എയർപോർട്ട് കുറച്ച് നേരത്തെയാണ് എയർപോർട്ടിൽ. 1 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തും. ഇവിടുന്ന് 20 മിനിറ്റിൻ്റെ ജേണിയേ ഉള്ളൂ. നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കുക, ഭയങ്കരമായിട്ട് മഞ്ഞിൽ. കണ്ടില്ലേ, ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. അപ്പോൾ എയർപോർട്ട് എത്താനായി. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എയർപോർട്ട് എത്തും കേട്ടോ. ഫ്രണ്ടൊക്കെ നോക്കി ഗോപ്രോയിൽ കാണുന്നില്ല. എനിക്ക് പേടിയാണ്. ഈ ഡ്രൈവർ വണ്ടി ഓടിക്കും, ഇയാൾ ഇങ്ങനെ ഓടി ചെയ്യുന്നുണ്ട്. മഞ്ഞിൻ്റെ മേലെ കയറിയ വണ്ടി ഇങ്ങനെ തെന്നി വീഴത്തില്ലേ. അപ്പോൾ ഗൈസ്, നമ്മളിതാ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു കുഞ്ഞ് ഡൊമസ്റ്റിക് എയർപോർട്ട് കേട്ടോ. 1, 2, 3 ഗേറ്റൊക്കെ ഉണ്ട്. എക്സിറ്റ് എൻട്രി ഒക്കെ 3 ഉണ്ട്. അങ്ങോട്ട് വരുന്ന ബസ് അതവിടെ നിർത്തിയിട്ടുണ്ട്. തണുപ്പാണ്. തണുപ്പത്ത് ഇങ്ങനെ ഇവർക്ക് ഉള്ളിൽ കയറാം.
അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് ഉള്ളിൽ കയറി ഇരിക്കാനുള്ള ഇതുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇരിക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ നമുക്ക് പുറത്ത് നിൽക്കാം. അത് കഴിഞ്ഞാൽ തണുത്തിട്ട് മനുഷ്യൻ ഐസായി പോകും. അപ്പം ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ട് വീണ്ടും തണുപ്പത്ത് പോയി കാലി പൊട്ടി, അല്ല മഞ്ഞിൻ്റെ പോയിട്ട്. പക്ഷേ ഞാൻ എന്തൊക്കെയോ പറയൂ കേട്ടോ, എൻ്റെ മനസ്സത്ര ശരിയല്ലാത്തതുകൊണ്ടാണ് ഇപ്പം സംസാരിക്കാനുള്ളൊരു മൂഡിലല്ല. അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറട്ടെ, ബാക്കിയുള്ളതൊക്കെ ഉള്ളിൽ കയറിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് വരുന്നവർക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ നമ്മളെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെക്കിനൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ തുടങ്ങി വലിയൊന്നും അവിടെ എഴുതി കാണിക്കുന്നില്ല. നമുക്ക് പോയി നോക്കാം. എവിടെയാണ് ബോർഡിങ് ഫിനിഷ്ഡ് 3 ഓൺ ടൈം കാണിക്കുന്നുണ്ട്. നോക്കാം. ഇല്ല, ചെക്കിങ് ഒന്നും തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോൾ നോക്കാം അല്ലേ. എയർപോർട്ട് കുഞ്ഞതാണെങ്കിലും മേലോട്ടും താഴോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചെക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഇതാണ് ബോർഡിംഗ് പാസ്. ഇനി അങ്ങോട്ട് കയറിപ്പോയാൽ മതി. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളോട്ട് ഇവർക്ക് വരാൻ പറ്റില്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓൺ ടൈമാണ്. മഞ്ഞുണ്ടായതുകൊണ്ട് ഞാൻ പേടിച്ചു പോയിനു ഇങ്ങനെ വിമാനം തെന്നിയാലോ എന്നൊക്കെ. അപ്പോൾ അതൊന്നുമില്ല. ഇപ്പം ടൈം ആവട്ടെ. 22B. അയ്യോ, കിട്ടിയില്ല, സൈഡ് സീറ്റ് കിട്ടിയില്ല. പിന്നെ ഇവിടെ ഗേറ്റിൽ വന്നിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചിട്ട് ഇവിടെ ഗേറ്റിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഗേറ്റ്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ വൈഫ് പോയതിൻ്റെ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ്. അപ്പം ഇനി ഫ്ലൈറ്റ് കയറുമ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഗേറ്റൊക്കെ ഓപ്പണായി. ഞങ്ങളതാ ഫ്ലൈറ്റിലോട്ട് പോവാണ്. അതാണ് ഫ്ലൈറ്റ് എങ്കേർക്ക്. അപ്പം ബൈ അർക്കാങ്കഷ്. അപ്പം ഒരു കുഞ്ഞ് ഫ്ലൈറ്റാണ്. 1.5 മണിക്കൂർ യാത്ര. ഞാൻ മോസ്കോയിലെത്തും. 3:30 കയറി കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ മോസ്കോ. ഇനി മോസ്കോയിലെത്തിയിട്ട് കാണിക്കാം. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഞാൻ തിരിച്ച് മോസ്കോ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ച് മോസ്കോയിൽ വന്ന് ഇറങ്ങി. അപ്പം ഇനി ഇവിടുന്ന് എയർ എക്സ്പ്രസ്, ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് സിറ്റിക്ക്. അപ്പം അതിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ലെറ്റ്സ് ഗോ ടു ദ സിറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 600 റൂബിൾസായി. ഇന്ത്യൻ പൈസ ഒരു 550 സംതിങ് അത്ര ആയി. അപ്പോൾ അതാ ഞാൻ എയർ എക്സ്പ്രസ് അവിടെ തപ്പിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ സമയം കൃത്യം 5:30 ആയിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് ബാഗേജൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഇനി ഇവിടുന്ന് പിന്നെ അത് സിറ്റിക്ക് പോകുന്നവർക്ക്, അതായത് മോസ്കോ എയർപോർട്ടിലൊക്കെ വന്നിട്ട് SVO എന്നൊക്കെ സിറ്റിക്ക് പോകുന്നവർക്ക് ഈ ട്രെയിൻ എടുത്താൽ മതി. 600 രൂപയാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ 10-40 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ സിറ്റിയിൽ പോയി അവിടുന്ന് മെട്രോ എടുത്തിട്ട് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലോട്ട് പോകും. അവിടുന്ന് ഒരു 700 മീറ്റർ അത്ര നടക്കാനുള്ളൂ. സോ ദിസ് ഈസ് ഇറ്റ്. ഇനി ട്രെയിൻ വരാൻ കുറച്ച് ടൈം എടുക്കും. എല്ലാ 30 മിനിറ്റിലോ 50 മിനിറ്റിലോ അങ്ങനെയാണ്. അപ്പോൾ പോയിട്ട് ഇനി ട്രെയിനിൽ കയറാം. അപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. ഞാൻ നോക്കണം എന്താ അറിയുമോ, എൻ്റെ കൂടെ ടിക്കറ്റ് എടുത്തൊരു ചെങ്ങായി മുന്നിൽ പോകുന്നുണ്ട്. ഞാൻ മൂപ്പരെ പുറകിൽ വെച്ച് പിടിക്കുക. ബോർഡൊക്കെ ഫുള്ള് റഷ്യൻ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതാ ടൈമിങ്ങിന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. 40 മിനിറ്റ് എന്നൊക്കെയാണ് അവന് പറഞ്ഞത്. പോയി നോക്കാം. അപ്പം 3rd ഫ്ലോറിലാണത്. ലിഫ്റ്റൊക്കെ കയറിയിട്ട് ഇവിടെ വരണം. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ഞാൻ കയറി. വാവ്, ദിസ് ഈസ് ടിക്കറ്റിന് സീറ്റ് നമ്പറൊന്നുമില്ല, ബട്ട് ഡബിൾ ടക്കർ ട്രെയിന്. വാവ്, അടിപൊളി കാണാൻ. ദിസ് ലുക്ക് അമേസിങ് ഗൈസ്. അപ്പോൾ എവിടെ കയറേണ്ടതെന്നൊന്നും അറിയില്ല. ജസ്റ്റ് തൊടുക, കയറുക, ഉള്ളിൽ കയറിയിരിക്കുക, അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ടൈം എടുക്കും തോന്നുന്നു കയറാൻ, അല്ല പോവാൻ. 8:25 തോന്നുന്നു. അല്ല 18:25, അതായത് 6 സംതിങ്. എനിക്കാണ് വിശന്നിട്ട് വയ്യ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ വൈഫ് ഉച്ചക്ക് മേടിച്ച ബർഗർ ഓള് തിന്നില്ല, എനിക്ക് വേണ്ടി വെച്ച്. ഞാനത് കഴിച്ചിട്ട് ഇതിൽ കയറിയിരിക്കാം. സോ നൈസ് വ്യൂ. സോ ഗൈസ്, നമുക്ക് ഈ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറാം.
ഒരു ബർഗർ ഇന്നപ്പോൾ ഒരു ആശ്വാസമുണ്ട്. പൊളി. അപ്പർ ഡെസ്ക് പോയിരിക്കുക. സ്വിച്ച് ഞാനിവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലീൻ സാധനം, നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പ്. അപ്പം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ പോകാം. ഗൈസ്, ഇതാ നമ്മൾ ട്രെയിൻ കൃത്യം 6:25 എടുത്തിട്ടാണ്. ലഗേജൊന്നും ആരെ കയ്യിൽ നിന്ന് മേടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വിടുന്നുണ്ട്. ഈ രാത്രി അങ്ങോട്ട് വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്, എന്നാലും നമ്മൾക്ക് സെറ്റാക്കാം. എയർപോർട്ടിൻ്റെ ഉൾവശമായിട്ടാണ് കാണുന്നത്. ഉൾവശമല്ല, എയർപോർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 10-40 മിനിറ്റ് എടുക്കും തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് എവിടേക്കോ സ്റ്റോപ്പ് ഉണ്ട്. നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇത് ഇനി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി ഇവിടുന്ന് തൊട്ടപ്പുറത്ത് മെട്രോ എടുത്തിട്ട് വേണം ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ അത് തപ്പി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ആ ടിക്കറ്റ് തന്നെ കാണിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള മെട്രോയിൽ കയറാൻ സൗകര്യം കിട്ടിയിട്ടോ. അപ്പോൾ പോവാണ്. ഇവിടുത്തെ പീക്ക് ടൈമാണെന്ന് തോന്നുന്നു. ജനങ്ങൾ മൊത്തം ഇളകി നടക്കുക. ഇനി 9ാമത്തെ മെട്രോയിലോട്ട് പോയിട്ട് അവിടുന്ന് പിന്നെ 2ാമത്തെ മെട്രോയിലോട്ട് കയറിയിട്ടൊക്കെ വേണം ഞാൻ റൂമിലെത്താൻ, ഹോട്ടലിലെത്താൻ. അപ്പോൾ ഒരുപാട് പണിയുണ്ട്. ഓ ലെറ്റ്സ് ഗോ. ഇതെന്താ ഫുള്ള് കൺഫ്യൂഷൻ. പോയി നോക്കാം, എന്തൊക്കെയല്ലേ അതിൻ്റെ ത്രില്ല്. ഞാനേ ഇതിൻ്റെ ഉള്ളിൽ കയറിയതാ. മെട്രോ അണ്ടർഗ്രൗണ്ട് ആണ്. എന്തൊരു ദൂരം നോക്കി. എസ്കലേറ്ററിൻ്റെ വലിപ്പമാണ്. ഇത്ര ദൂരത്താണ്. ഒരു 100-150 ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനും കാണ്ടി നീളമുണ്ടാവും. ഫൈനലി ഞാൻ മെട്രോന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നോക്കിയിട്ട് ഇങ്ങനെ നടക്കണം. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്കോയിലെത്തിയപ്പോൾ തന്നെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. മാറ്റോടുത്തൊരു അരി നമ്മൾ ഉദ്ദേശിക്കുന്ന നൈറ്റ് ലൈഫൊന്നും ഇല്ല ഇവിടെ. പിന്നെ മഞ്ഞൊന്നും വീഴ്ത്തി തുടങ്ങിയിട്ടില്ല. പക്ഷെ മറ്റോടത്ത് ഭയങ്കര മഞ്ഞ് വീഴ്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നടക്കട്ടെ. ഒരു 1.7 കിലോമീറ്റർ നടക്കാണ്ട്. ഇത് ഞാൻ നടക്കുന്നത് ശരിയാണോ തെറ്റാണോ, എങ്ങോട്ട് നടക്കും? യെസ്, റെഡിയാക്കാം, കണ്ടുപിടിക്കാം ഗൈസ്. സോ ഇവിടെ വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവിടെ നിന്നുകൊണ്ടാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പം 5 ഡിഗ്രിയാണ്. പക്ഷേ ഇറ്റ്സ് ഫൈൻ, ടോട്ടലി ഫൈൻ. ഞാൻ റൂം എടുത്തത് റഷ്യൻ്റെ സിറ്റിക്കകത്താണ്. ഇത് പിന്നെ സിറ്റീൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് ട്രാം ട്രെയിൻ പോകുന്നില്ലേ, അതിൻ്റെ ലൈൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇനി 800 മീറ്റർ കൂടി നടക്കാണ്ട്. ഇവിടെ വന്നാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ 2GS എന്ന് പറഞ്ഞ മാപ്പ് വേണം ഇടാൻ. ഇനിയിപ്പം ട്രംപ് വന്ന സ്ഥിതിക്ക് ട്രംപും പിന്നെ നമ്മളെ പുടിനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പം ഉപരോധമൊക്കെ പിൻവലിച്ചാൽ ഗൂഗിളിലാണ് ഈ ഗൂഗിൾ മാപ്പൊക്കെ. അപ്പോൾ ഗൂഗിള് ബാൻഡാണ് ഇവിടെ റഷ്യയിൽ. അപ്പം അവർ ഒന്ന് ഒത്തുപോയി സെറ്റായി കഴിഞ്ഞാൽ, അമേരിക്ക പിൻവലിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ഇവിടെ എല്ലാം വർക്ക് ചെയ്യും. ATM എല്ലാം. ATM ഒക്കെ 3-4 മാസം കഴിഞ്ഞാൽ റെഡി ആവും എന്നൊക്കെയാണ് കേട്ടത്. അതാ പോണം. ഓക്കെ, ഇതിൽ പോയാൽ എനിക്ക് അവിടെ എത്താൻ പറ്റുമോ? അല്ല, എത്താൻ പറ്റുമോയെന്നറിയില്ല. നല്ല രസമുണ്ട് കാണാൻ. അതാ ഒന്ന് പോയപ്പം ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഓ, മോസ്കോ തന്നെ കേട്ടാ. സിറ്റി തന്നെയാണ് ക്യാപിറ്റൽ. അതിൻ്റെ കൂടെ ഒരുത്ത കാർ ഓടിച്ച് പോകണതാ.
ഓനങ്ങനെ പോലീസ് ഉണ്ടാവും, അവൻ്റെ അണ്ടം കീറും. ഗൈസ് വഴി അറിയാതെ പെട്ട് കിടക്കുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ നടക്കാൻ. ഏതാ ബിൽഡിങ് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതാണെങ്കിലോ നമ്മളൊരു 200 മീറ്റർ കഴിഞ്ഞാലാണ് ഇത് പിന്നെ വർക്ക് ചെയ്യുക. ഐ തിങ്ക് ആ വഴിയാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ബാരിയർ എന്നൊക്കെ ഇരിക്കണേ. പിന്നെ വിക്കറ്റ്, അതെന്താ ക്രിക്കറ്റ് കളിക്കണ്ടോ അവിടെ ആരെങ്കിലും? എത്ര ശരിയാ, അവിടെ ഒരു ബാരിയർ കാണുന്നുണ്ട്. എൻ്റെ മോനെ അത് നോക്കി പോയാൽ മതിയില്ലേ. പൊളി. രാത്രി 8:12 ആയിട്ടുള്ളൂ. തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാവരും വീട്ടിൽ കയറിക്കി. രസമുണ്ട്. എന്നാലും അങ്ങനെ മോസ്കോയിലെത്തി. ഇനി അവിടെ പോവുക. ഇനി അവിടെ എത്തുമ്പോൾ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തൊക്കെ ഇന്നലെ രാത്രി ബുക്ക് ചെയ്താണ് പൈസ കൊടുത്തിട്ട്. ഇനി അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് അവർ പറയാമെന്നൊന്നും അറിയില്ല. പോയി നോക്കാം. അതിനുശേഷം കിടന്നുറങ്ങുക. കഴിച്ച് വഴി തെറ്റിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 10-20 മിനിറ്റായി. ഈ വൃത്തികെട്ട ഗൂഗിൾ മാപ്പിലെ 2GS മാപ്പ് പറയും അങ്ങോട്ട് പോകും, അതിനുശേഷം പറയും ഇങ്ങോട്ട് പോകും, പിന്നെ പറയും അങ്ങോട്ട് പോകും. ഇതിലാണ് റഷ്യൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഏറ്റവും നല്ലത് പിന്നെ ഗൂഗിൾ മാപ്പ് ഇവിടെ ഇട്ട് വർക്ക് ചെയ്യില്ല. ഒരു ഷവർമ കയറി. ഷവർമ और ആരോടൊക്കെ ചോദിച്ചിട്ട് പോവാ. Yeah, sure. This one. And I help you one moment. I think only 50 meter. Oh. Water? Yeah. Okay, no problem. Сразу надо было сказать. Зачем мне 2 раза составляю на руку? Прикладывайте, пожалуйста. Use the red shop. Here? Yes. Okay. And we go and you have square. Okay. Park. Okay. This park. Okay. This red shop. This Right. yes. Yeah. Okay. And hop. Okay. Inshallah. Can you photo? Sure. Я забыла английский язык очень сильно. Мама сейчас слишком английский. Ready? С собой? Русский нет. Русский? С собой сразу? അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്തായാലും 300 രൂപ പോയി. ഒരു ഷവർമ റുപ്യ ഉള്ളൂ. ഇവിടെ റെഡ് ഷോപ്പ് ഉണ്ട്. റെഡ് ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഗൈസ് ഫൈനലി ഇതാണ് ബിൽഡിംഗ് എന്ന് തോന്നുന്നു. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കിഡ്സ് പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. Here? So you are looking for me? Okay. ചേച്ചി വൻ പോകാൻ തോന്നുന്നു. ചേച്ചീൻ്റെ ഉണ്ടോണോ ഹോസ്റ്റലിൽ? ചേച്ചി ഫൈൻ. ഓക്കെ, താങ്ക് യു. അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
Here. Yeah. Okay. Sure. ഇതൊക്കെ എണ്ണ ഇടട്ടെ. കുറേ നീങ്ങുന്നുണ്ട്. നമ്മൾ ചത്ത് വരുമോ ഓരോരോ ചെയ്യിപ്പിക്കും. കഷ്ടപ്പാട് തന്നെ. ഇവിടെ പൂക്കിയിലായിരുന്നു. ഈ തള്ളക്ക് റഷ്യനെ അറിയത്തുള്ളൂ. ഒച്ചപ്പാടും ബഹളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പറയാം. എന്നോട് തന്നെ രാവിലെ 6 മണിക്ക് ഇവിടെ കണ്ടുവരുന്നത്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 6:02. ഇന്നലെയാണ് ഞാൻ മോസ്കോയിലെത്തിയത്. നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഹോസ്റ്റലിൽ കയറി അവിടെ കിടന്ന് അവിടുത്തെ അമ്മച്ചേറ്റ് പൂരം ഉടക്കലൊക്കെ ഉടക്കി രാവിലെ തന്നെ അവിടെ നിന്ന് എണീറ്റ് ഞാനെൻ്റെ പാട്ടിന് പോവാണ്. അപ്പം ഇന്ന് നമ്മളെ യാത്ര ബാക്കി തുടരുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലോട്ടാണ് യാത്ര. അപ്പം രാവിലെ 11:10 എൻ്റെ ഫ്ലൈറ്റ്. 8 മണിക്ക് നമ്മളെ ചെക്കിങ് ഒക്കെ ആരംഭിക്കും. അപ്പം ഇപ്പം 6:02 ഉള്ളൂ. 2 മണിക്കൂറുണ്ട്. അപ്പം ഞാൻ നിന്ന ഹോസ്റ്റലിൽ നിന്നൊരു 700 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഇതുള്ളത്, മെട്രോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് മെട്രോ എടുത്തു കഴിഞ്ഞാൽ മെട്രോൻ്റെ ലാസ്റ്റല്ല അതിൻ്റെ 2 മുന്നേത്തുള്ള സ്റ്റോപ്പിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് എയർപോർട്ട് ബസ് കിട്ടും. ഞാൻ DME എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലേക്കാണ് പോണത്. ഇന്നലെ നമ്മൾ വന്ന് ഇറങ്ങിയത് SVO. ഇവിടെ നിന്ന് പോകുന്നത് DME. അതായത് ഒന്ന് മറ്റേ അറ്റത്താണ്, ഒന്ന് ഈ അറ്റത്ത്. ഒന്ന് ഈ സിറ്റീൻ്റെ നോർത്ത് പാർട്ടേക്കാണെങ്കിൽ ഇത് സിറ്റീൻ്റെ സൗത്ത് പാർട്ടേക്ക്, അങ്ങനെ പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി മെട്രോ കയറട്ടെ, അവിടുന്ന് ബസ് കയറട്ടെ, എന്നിട്ട് എയർപോർട്ടിൽ പോട്ടെ. പിന്നെ ചെക്കിങ്ങും ഇമിഗ്രേഷനും എല്ലാം. ഇനി എൻ്റെ വിസ തീരാൻ ഇവിടെ 3 ഡേയ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ മെട്രോയുടെ അടുത്തോട്ട് പോവുക. ബാക്കിയൊന്നുമില്ല. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നെന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇന്നലെ ആ ഷവർമ മേടിച്ച് അത് ഞാൻ പകുതി തിന്നുള്ളൂ. അമ്മച്ചിൻ്റെ അടി കാരണം തിന്നാനേ തോന്നിയില്ല അവിടുന്ന്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗൈസ്, മോർണിംഗ് മഞ്ഞൊന്നും ഇല്ലാത്ത 2 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മെട്രോ പോയിട്ട് അവിടുന്ന് അങ്ങനെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ കാണിക്കാം. ഗൈസ്, അപ്പം ഞാൻ മെട്രോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെട്രോൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. എക്സിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ 10ാം നമ്പർ എക്സിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ട് ബസ് ഇവിടെ ഉണ്ടാവും. ഇതിൽ കയറുക, പോവുക. പിന്നെ ഇവിടെ കുറേ ടാക്സിക്കാർക്ക് ഉണ്ടാവും. ഉഡായിപ്പ് ഓരോരുത്ത് പോയി കയറരുത്, ഒരു പറ്റിക്കും. അപ്പോൾ ഇതിൽ 250 രൂപ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. വീണ്ടും ക്യൂവിലെത്തി ഗൈസ്. കാർഡ് ഉണ്ടായതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യും. ഇത് വൈഫിൻ്റെ കാർഡാണ്. കണ്ടോ, 600 രൂപ, 150.
ഞാൻ ബസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ എയർപോർട്ട്. സമയം ഇപ്പം 7:30. ഒരു 30-35 മിനിറ്റിൻ്റെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു, അല്ല ബസ് യാത്രയായിരുന്നു. ഇവിടെ എത്തി 350 രൂപക്ക്. അപ്പോൾ ഇനി 8 മണിക്കാണ് എൻ്റെ ചെക്കിൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ ടൈമുണ്ട്. എന്തെങ്കിലും കടിക്കണോ തിന്നണോ എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ്, അതായത് പിന്നെ ഇവിടെ 2 എയർപോർട്ടുണ്ട്. ഇവിടെയാണ് തുക്കുട് എല്ലാ ഫ്ലൈറ്റുകൾ വരുന്നത്. നമുക്ക് മെയിനായിട്ട് ഇവിടെ എയറോഫ്ലോട്ട് ഉണ്ട് റഷ്യൻ്റെ, പിന്നെ എത്തിയാദ്, എമിറേറ്റ്സ്, അതുപോലെ ഖത്തർ എയർവേസ്, അതായത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫ്ലൈറ്റ്സൊക്കെ വരുന്നത് SBO പോലാണ്. ഇവിടെ ലോക്കൽ ഫ്ലൈറ്റുകൾ അതൊക്കെയാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. സോ ലെറ്റ്സ് എൻ്റർ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പറയാം. ഞാൻ എയർപോർട്ടിൻ്റെ ഉൾവശത്തോട്ട് കയറിയിരിക്കുന്നത്. ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു സ്ഥലം അത് കണ്ടുപിടിക്കണം. എന്നിട്ട് എവിടെയാണ് എൻ്റെ ഗേറ്റ് എന്ന് കണ്ടുപിടിക്കണം. സോ അതാണ് നമ്മളെ പ്ലാൻ. സോ ഇനി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് കാണാം. എയർപോർട്ടിൽ നിന്ന് കാണാൻ സ്ഥിരം കാണുന്ന പോലെ തന്നെ മറ്റേ എയർപോർട്ടിനെ കാട്ടി വലിയതുപോലെ തോന്നുന്നുണ്ട്. അപ്പം ഒന്ന് കറങ്ങി അടിച്ചിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ചെക്കിനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. 7:30 ആയിട്ടുള്ളൂ. പക്ഷെ ഓപ്പൺ ആയിട്ടെന്നാണ് കാണിക്കുന്നത്. എനിക്കൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലഗേജാണ്. 10 കിലോ ലഗേജേ ഉള്ളൂ തോന്നുന്നു. ഈ 2 പേര് കൂടി ഒരു കയറ്റുമോ എന്നറിയില്ല. അതും ചെക്കിൻ ലഗേജേ ഉള്ളൂ. ഫൈൻ അടിക്കേണ്ടി വരുമോ? ലെറ്റ്സ് സീ. ചെക്കിങ് കഴിഞ്ഞ് ഇത്രയും കൂളായിട്ടൊരു ചെക്കിങ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒന്നും ചോദിച്ചില്ല. വിസ ഉണ്ടോ എന്ന് ചോദിച്ച്. ഉസ്ബെക്കിസ്ഥാൻ്റെ ഉണ്ട് പറഞ്ഞ് തന്ന്. വിൻഡോ സീറ്റ് ചോദിച്ച്, അതും തന്നു. കൂൾ. നമ്മൾ എമിഗ്രേഷനിലോട്ട് പോട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ നേരെ എമിഗ്രേഷനിലോട്ടല്ല പോയത്. നേരെ ബർഗർ കിങ്ങിലോട്ട് വന്ന് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. വിശക്കണമൊന്നുമില്ല. പക്ഷെ നമ്മൾ കഴിക്കാതായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തലയിറങ്ങാൻ തുടങ്ങും. ഫ്ലൈറ്റിലൊക്കെ ഇരിക്കും. ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര റേറ്റാണ്. ഒരു ബർഗറിന് ഒരു കോളക്കും 529 രൂപ. ഇനി ഇത് കഴിക്കട്ടെ. കഴിച്ചിട്ട് പതുക്കെ എമിഗ്രേഷനിൽ പോട്ടെ. എമിഗ്രേഷൻ തൊട്ടപ്പുറത്താണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. എമിഗ്രേഷനും കഴിഞ്ഞു. ഇനി ഞാൻ ഡ്യൂട്ടി ഫ്രീ കൂടെ നമ്മുടെ ഗേറ്റിലോട്ട് നടക്കണം. ഈ 13. എനിക്ക് റഷ്യയിൽ എമിഗ്രേഷൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എമിഗ്രേഷൻ ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഒരു വസ്തു ചോദിച്ചില്ല അവർ. പേര് ചോദിച്ച് മുഹമ്മദ് യാസിൻ. ഓക്കെ, നോക്കി പാസ്പോർട്ടിൽ ഒപ്പിട്ട്, അല്ല പിന്നെ സീലടിച്ച് ഓര് വിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതായിട്ട് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി എനിക്ക് ഏകദേശം 2.25 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ് എടുക്കാൻ. അപ്പോൾ ഒരുപാട് ടൈമുണ്ട്. ഞാൻ പോയി ഇരുന്നിട്ട് ഉസ്ബെക്കിസ്ഥാൻ്റെ വിസ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഗേറ്റ് അപ്പുറത്താണ്. ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകാനുള്ളവർ കൂടുതലാണെന്ന് തോന്നുന്നത്. അവിടെ ഗേറ്റിൽ ഫുൾ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഗേറ്റ് 10 വന്നിരുന്നു. ഇവിടെ ആരുമില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഐ ആം ഗോയിങ് ടു ഉസ്ബെക്കിസ്ഥാൻ കഴിഞ്ഞ വർഷം ഞാൻ പോയ രാജ്യമാണ്. വേൾഡ് ചീപ്പസ്റ്റ് കൺട്രിയാണ്. ഒന്നുകൂടി പോവുകയാണ്. അതിൻ്റെ കൂടെ വേറെയും കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഉസ്ബെക്കിസ്ഥാനിൽ പിന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി പൊല്ലാപ്പായതായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങോട്ടൊന്നും പോകണില്ല. ബാക്കിയുള്ള രാജ്യങ്ങളിലോട്ട് ഇങ്ങനെ പോകാം. ഇവിടുത്തെ എമിഗ്രേഷനൊക്കെ വളരെ കൂളായിരുന്നു. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ വിസ എങ്ങനെ ലഭിക്കും എന്നുള്ളത്, നമുക്ക് ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ വിസ ഇല്ല. ഇന്ത്യക്കാർക്ക് ഉള്ളത് വിസയാണ്. അത് നമുക്ക് ഓൺലൈൻ ത്രൂ എടുക്കാം. 3 to 4 ഡേയ്സും കൊണ്ട് സാധനം കിട്ടും. 1 മന്ത് ടൂറിസ്റ്റ് വിസയാണ് കിട്ടുക. കുറച്ച് ഡോളർ ഉള്ളൂ, $25 അതിൻ്റെ റേറ്റ്. ഞാൻ കൃത്യ എമൗണ്ട് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകുമ്പം നമ്മൾ റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ വേണം. അതേപോലെ ഹോട്ടൽ ബുക്കിംഗ്. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോയിട്ട് ഇറങ്ങാം. ദാറ്റ്സ് എ കൂൾ തിങ്. സോ ദിസ് ഈസ് ഹൗ വി ഗോ ടു ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ നാളെ മുതൽ ഉസ്ബെക്കിസ്ഥാൻ കാഴ്ചകളായിരിക്കും. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ ഉസ്ബെക്കിസ്ഥാൻ. അത് കഴിഞ്ഞ് അടുത്ത രാജ്യത്തോട്ടും നമ്മൾ ക്വിക്ക് ഷെഡ്യൂളായിട്ട് ഇങ്ങനെ പറന്ന് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്.
എല്ലാം സെറ്റപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി ബോർഡിങ്ങൊക്കെ തുറക്കട്ടെ. ഞാനിവിടെ കിടന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു വിത്തിൻ 50 മിനിറ്റ്സ്. അപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറും നേരെ തഷ്കന്ത് ഉസ്ബെക്കിസ്ഥാനിലോട്ട്. അവിടെ എത്തി ചിലപ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിരും. ഞാൻ ഉദ്ദേശിക്കാനായിട്ട് അടിപൊളി ഫ്ലൈറ്റ് ആട്ടോ വരുന്നത്. കിട്ടില്ല ഫ്ലൈറ്റ് ഗൈസ്. എൻ്റെ 21A ആണ്. അപ്പോൾ ഞാൻ ഉസ്ബെക്ക് എയർലൈൻസിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ വിചാരിച്ച് തല്ലിപ്പൊളി എയർലൈൻസ് ആയിരിക്കുന്നു, പക്ഷേ എല്ലാ സെറ്റപ്പും ഉണ്ട്, TV കാര്യങ്ങൾ. അപ്പോൾ ഫുഡൊക്കെ കിട്ടിയിരിക്കും. ടേബിൾ അടിപൊളി കേട്ടോ. ബോയിങ് 787 അതാണ് ഫ്ലൈറ്റ്. എൻജിൻ്റെ നേരെ കിട്ടി, അടിപൊളി. സോ ഗൈസ്, വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്ര വലിയ എഞ്ചിനാണ്. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് വേണം എമിഗ്രേഷനിലോട്ടൊക്കെ പോകാൻ. സോ ലെറ്റ്സ് സീ നമ്മൾ എമിഗ്രേഷനിലെത്തുന്നത്. അങ്ങോട്ടേക്ക് പോകാം. ഈ ബസ്സിൽ കയറട്ടെ. നല്ലൊരു ബസ്. കുറേ ഇപ്പുറത്താണ് നിർത്തിയിട്ടുള്ളത്. എമിഗ്രേഷൻ ബിൽഡിംഗ് ഒക്കെ അവിടെയാണ്. സോ സെക്കൻഡ് ടൈമാണ് എമിഗ്രേഷൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് അറിയില്ല. പോയി നോക്കാം. ഇവിടെ എത്തി. എമിഗ്രേഷൻ ലൈനിൽ 4 പേരുണ്ടായിരുന്നു. മൊത്തം ഒരു 5 മിനിറ്റ് എടുത്ത് കാണും. 4 മിനിറ്റ് എടുത്ത് കാണും. ഒന്നും ചോദിച്ചില്ല, കയറി പോയിക്കോളാൻ പറഞ്ഞു. സോ വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. എമിഗ്രേഷനിൽ ഒരു സീനുമില്ല. ഈ വിസ കാണിച്ചു, കയറി പോയിക്കോളാൻ പറഞ്ഞു. ഇനി നമുക്ക് പുറത്തിറങ്ങണം. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കണം. ഇന്നോടെ ഇരിക്കട്ടെ. സോറി, നോ 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 നോട്ട് അറ്റ് ഓൾ. ആരോ ഒരാളെ പേര് വെച്ചിട്ട് അയാളാണെന്ന് ചോദിച്ചാൽ അപ്പം വേറൊന്നുമില്ല. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലെത്തി. അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മളിവിടുന്ന് സിമ്മൊക്കെ എടുത്ത് ഇനി പുറത്തിറങ്ങി ബാക്കി കാഴ്ചകൾ കാണാം. സോ ബൈ ബൈ.